അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2024-25 വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ്. വലതുഭാഗത്ത് നൽകിയ വാചകത്തെ ഇടതുഭാഗത്ത് നൽകിയ വാചകത്തെ ചേർത്തുകൊണ്ട് ഒറ്റ വാചകമാക്കി മാറ്റുക എന്നതാണ്. ചോദ്യം 1. റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ്. റവാത്തിബിൽ 10 റക്അത്തുകൾ വളരെയേറെ പുണ്യമുള്ളതാണ്. ചോദ്യം 2. എല്ലാ സമയത്തും ഖുഫ് ധരിക്കലാണ് അറബികളുടെ പതിവ്. എല്ലാ സമയത്തും ഖുഫ ധരിക്കലാണ് അറബികളുടെ പതിവ്. ചോദ്യം 3. പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം തയമ്മും ചെയ്യൽ. പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം തയമ്മും ചെയ്യൽ. ചോദ്യം 4. നിസ്കാരത്തിലെ പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇട. നിസ്കാരത്തിലെ പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇട. ചോദ്യം 5. ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. ഔറത്ത് മറക്കാൻ ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം. 6. സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്. സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ്. 7. പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളർ കൊടുക്കൽ സുന്നത്താണ്. പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളർ കൊടുക്കൽ സുന്നത്താണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ്. ചോദ്യം 1. മോതിരം ചൂണ്ട് വിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ്. മോതിരം ചൂണ്ട് വിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ്. ചോദ്യം 2. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ഖിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ചോദ്യം 3. സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങൾ. ചോദ്യം 4. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹഫള അലാ 4 റക്അഅത്തിൻ ഖബ്ല അൽ-ളുഹ്രി വ 4 ബഅദഹാ ഹറമഹുല്ലാഹു അലന്നാർ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹഫള അലാ 4 റക്അഅത്തിൻ ഖബ്ല അൽ-ളുഹ്രി വ 4 ബഅദഹാ ഹറമഹുല്ലാഹു അലന്നാർ. ചോദ്യം 5. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. ചോദ്യം മൂന്നാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നതാണ്. ചോദ്യം 1. സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്തത്. സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്തത്. ഉത്തരം റവാത്തിബ്, ളുഹ, വിത്ർ, ഇസ്തിഖാറ, തഹിയ്യത്ത്, സ്വലാത്തു തസ്ബീഹ്, തഹജ്ജുദ്. ഉത്തരം റവാത്തിബ്, ളുഹ, വിത്ർ, ഇസ്തിഖാറ, തഹിയ്യത്ത്, സ്വലാത്തു തസ്ബീഹ്, തഹജ്ജുദ് എന്നീ നിസ്കാരങ്ങളാണ് സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്തത്. ചോദ്യം 2. തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിൽ ഫർളുകൾ. തിലാവത്തിൻ്റെ സുജൂദിന് നിസ്കാരത്തിലല്ലെങ്കിൽ ഫർളുകൾ. അതിൽ നിന്ന് 2 എഴുതേണ്ടത്. 1. തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതുക. 2. തക്ബീറത്തുൽ ഇഹ്റാം. 3. ഒരു സുജൂദ് ചെയ്യുക. 4. സലാം വിട്ടുക. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ചോദ്യം 3. ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. ഉത്തരം ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ, ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ, ഖുഫ ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ,
പൂർണ്ണമായ കഴുകൽ, തടവൽ. ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ, നെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ, ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ, ഖുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ, പൂർണ്ണമായി മറഞ്ഞതായിരിക്കൽ. ഇവയിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. ചോദ്യം 4. നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ. ഉത്തരം: ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ഇവയിൽ നിന്ന് 2 എണ്ണം മാത്രം എഴുതുക. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ഖുഫ് എന്നാൽ എന്ത്? ഖുഫ് എന്നാൽ എന്ത്? ഉത്തരം: കാൽപാദം, ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. കാൽപാദം, ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഖുഫ്. ചോദ്യം 2. അമുസ്ലിംകളായ സ്ത്രീകളുടെ അടുക്കൽ വച്ച് മുസ്ലിം സ്ത്രീകൾ മറക്കൽ വാജിബായത് ഏതൊക്കെയാണ്? അമുസ്ലിംകളായ സ്ത്രീകളുടെ അടുക്കൽ വച്ച് മുസ്ലിം സ്ത്രീകൾ മറക്കൽ വാജിബായത് ഏതൊക്കെയാണ്? ഉത്തരം: ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവ മറക്കൽ വാജിബാണ്. ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവ മറക്കൽ വാജിബാണ്. ചോദ്യം 3. രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? ഉത്തരം: മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം. ഖിബിലക്ക് മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം. ചോദ്യം 4. മഅ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല എപ്പോൾ? മഅ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല എപ്പോൾ? ഉത്തരം: ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ. ചോദ്യം 5. ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും? ഉത്തരം: നിസ്കാരം ബാത്തിലാകും. നിസ്കാരം ബാത്തിലാകും. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ്. ചോദ്യം 1. ഇവിടെ ഡിസോർഡറിലായി നൽകിയ ഭാഗത്തെ നമ്മൾ ഓർഡറിലായി നൽകണം. അത് ഓർഡറിലായി നൽകേണ്ട രൂപം ഇങ്ങനെയാണ്: സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഹഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനൽ ഖാലിഖീൻ. ഒന്നുകൂടി നോക്കാം. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. പിന്നെ ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഫി ആഖിരി الزമാനി യഖ്ളിബൂന ബിസ്സവാദി കഹവാസിലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന. ഇവിടെ ഫി ആഖിരി الزമാനി എന്നുള്ള ഭാഗം ഒഴിവാക്കിയതാണ്. അതിനെയാണ് പൂരിപ്പിക്കേണ്ടത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഖൗമുൻ ഫി ആഖിരി الزമാനി യഖ്ളിബൂന ബിസ്സവാദി കഹവാസിലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന. നല്ലതുപോലെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.